കാളിമല 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 കാളിമലയിലെ സ്റ്റോറി, കാളിമലയിലെ റീൽസ്, ഇതാണ് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കിനെക്കാളും ഹോട്ട് സ്ഥലം. ഞങ്ങൾ 5 ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഞങ്ങൾ ഇൻസ്റ്റയിലും എല്ലാത്തിലും പറയുന്ന പോലെ ഇത്രയ്ക്ക് ഇടിലാണോ ഈ സ്ഥലം എന്ന് പറയാൻ ഞങ്ങൾ പോയി. സോ നിങ്ങൾ ഇതുപോലെ കാളിമലയിൽ പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ, ഞങ്ങൾ അവിടെ പോയി മൂഞ്ചിയതാണോ അതോ ഇതിലുള്ള സ്ഥലമാണോ എന്നൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണുക. സോ കുറെ ഇങ്ങനെ സംസാരിച്ച് കൽപ്പിക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ച ഈ ട്രിപ്പ് മൂഞ്ചിയുന്ന, പക്ഷേ അവിടുത്തെ ഒരു ഭാഗം മാത്രം നല്ല മേഘവും നല്ല ക്ലൗഡി ആയിട്ടിരുന്നു. സോ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾ മലയുടെ അവിടെ എത്താറാകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ അവിടെ നിങ്ങൾ എത്താറായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. Hello guys, kita namanya Corona. Klasik kan ada. സോ മുകളിൽ എന്തായാലും കടകൾ കാണത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ മലയുടെ താഴെ ഉള്ള ഒരു കടയിൽ സ്നാക്സും ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോവാൻ സെറ്റായി. അങ്ങനെ കൂട്ടുകാരന്മാരുടെ കുറെ മണ്ടത്തരം കാണിച്ചിട്ട് കുറെ പഴമൊക്കെ വാങ്ങിച്ച് നേരത്തെ നിങ്ങൾ ആ റോട്ടിൽ നിന്ന് നേരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കാളിമല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റോഡ് മുകളിൽ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾ ടേൺ എടുക്കുന്നത്. സോ അങ്ങനെ ഒരു 100 മീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു നല്ല സ്പോട്ട് ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിർത്തി. ഒരു നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി കാണാൻ നിന്നു. ഇതിൽ കയറുന്നതിന് മുമ്പേ ഒരു അടിപൊളി വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ പാർക്കിംഗ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഇട്ടതാണ്. സോ നിങ്ങൾക്ക് 20 രൂപ വെച്ചിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. അവിടെ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തും വെക്കാം. പക്ഷെ ഇവിടെ വെക്കുന്നതാണ് സേഫ്. ഇവിടെ 2 വഴിയുണ്ട്, ഒന്ന് ചുറ്റാണ്, ഒന്ന് നേരെ വരുന്ന വഴിയാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ കാളിമല എന്ന് പറഞ്ഞ ഒരു ബോർഡ്, അവിടെ വെച്ച് വരുന്നതാണെങ്കിൽ ഭയങ്കര ഷോർട്ടാണ്. പക്ഷെ കുറെ പേര് മറ്റേ കേരളം വഴി ചുറ്റി വരുന്നതായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. സോ ഫൈനലി ഞങ്ങൾ കാളിമല കയറാൻ തുടങ്ങി. ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഒരു ചെറിയൊരു വഴി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു റോക്ക് ഉണ്ടാവും. അവിടെ പോയാൽ നിങ്ങൾക്ക് താഴത്തെ വ്യൂ, നിങ്ങൾ വന്ന സ്ഥലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് അവിടെ വരെ നടന്നപ്പോഴേക്കും ജിമ്മൻ നല്ല വീക്കായി. സോ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്നതല്ലേ തിന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ബെഞ്ച് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഒക്കെ ഇരുന്ന് കഴിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ വ്യൂസ് ഒക്കെ കണ്ടിട്ട് വേണം പോകുന്നതായിരിക്കും നല്ലത്. കാരണം കുറെ കയറാനൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യൂല. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നീ നോക്കൂ എത്ര നല്ല കിടില വ്യൂസ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം. ഇത് വഴിയുണ്ട്, ഈ വഴി പോയാൽ ചുറ്റി പോകണം. ഒന്നാമത് നിങ്ങൾ തളർന്നായിരിക്കും വരുന്നത്. സോ ഈ വഴി റൈറ്റിൽ കൂടി പോയാൽ അവിടെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാവും. സോ അത് വഴിയാണ് ഈ എളുപ്പം. സോ നിങ്ങൾ ചുറ്റി പോകുന്നതിനേക്കാളും നിങ്ങൾ ഈ സ്റ്റെപ്സ് വഴി കയറി പോകുന്നതാണ് നല്ലത്. നിങ്ങളോട് എല്ലാവർക്കും എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങൾ അവിടെ വരെ കയറി കഴിഞ്ഞിട്ടും അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഞങ്ങൾക്ക് കാണാൻ പറ്റി. സോ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ബാഗിലോ നിങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലത്തിലോ അല്ലെ കവറിലോ ഇട്ട് നിങ്ങൾ തന്നെ തിരിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം വൃത്തികേടാക്കുന്ന ഒരുമാതിരി പരിപാടിയാണ്. ഫൈനലി ആ എൻഡിൽ തന്നെ ഒരു നല്ലൊരു ചായ കടമുണ്ട്. എന്നിട്ട് അവിടുത്തെ തണുപ്പിനനുസരിച്ച് ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ട് പിന്നെയും കയറാൻ തുടങ്ങി.
ഇവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം. അമ്പലത്തിന്റെ ബാക്ക് സൈഡ് ഒരു നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി. ഞങ്ങൾ ഇവിടെ മിസ്റ്റൊക്കെ കാണത്തില്ല, കണ്ടില്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമത്തിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് മിസ്റ്റ് ഇല്ലാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം നല്ല വ്യൂസ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ഹൈ സ്പോട്ട് ആയാലും കുപ്പിയിലുള്ള വെള്ളം കുടിച്ചിട്ട് ആ കുപ്പി അവിടെ തന്നെ ഇട്ടിട്ട് പോവാം. സോ പ്ലീസ് ഇതൊന്ന് നിങ്ങൾ തന്നെ എടുത്തിട്ട് താഴെ പോയിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നെട്ട കാണാൻ പറ്റും. നെട്ട ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ ശരിക്കും കയറിയത് കുരിശുമലയിലാണ്. കുരിശുമല നിങ്ങൾ കേട്ടത് ശരിയാണ്. ഞങ്ങൾ ഇത്രയും നേരം കയറിയത് കുരിശുമലയാണ്. സോ കാളിമലയിൽ നിന്ന് തിരിച്ചു വരുന്ന കുറെ ചേട്ടന്മാർ ഞങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തന്നു. അവിടെ നിന്ന് കുരിശുമലയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കുന്നുപോലത്തെ ഒരു സ്ഥലം താഴോട്ട് ഇറങ്ങുന്ന കാണാൻ പറ്റും. ആ വഴിക്ക് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ആ വഴി നേരെ കൊണ്ട് ചെല്ലുന്നത് നിങ്ങൾക്ക് ഒരു പാറയുടെ അടുത്തായിരിക്കും. ഞങ്ങൾ ചെയ്ത ഒരു വലിയൊരു മണ്ടത്തരമാണ്. ഈ പാറയിൽ കയറിയാണ് ഞങ്ങൾ പോയത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ താഴെ ഒരു വഴി ഉണ്ടായിരുന്നു, ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു ചേട്ടൻ പറഞ്ഞത് ഇവിടെ താഴെ വഴിയുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ കയറി വന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫാമിലീനെ കൊണ്ടുവരുവാണെങ്കിൽ ഇത്തിരി സ്ഥലത്തിൽ നല്ല നേരം സ്പേസ് ആണ്. ഹൈറ്റിനെയൊക്കെ പേടിയുള്ളവർക്ക് ഇവിടെയൊക്കെ നടക്കാൻ പോലും പറ്റുന്നില്ല, അമ്മാതിരി സ്ഥലമാണ്. സോ നിങ്ങൾ കൂട്ടുകാരായിട്ട് എല്ലാവരും വരുന്നതായിരിക്കും നല്ലത്. അവിടെ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ ആ പട്ടീനെയൊക്കെ കൊണ്ടുവന്ന്, ഈ പട്ടീനെയൊക്കെ എങ്ങനെ ഇവര് കയറ്റിന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല. ஹலோ காய்ஸ், நான் யூடியூப் சேனலாக தொடங்கலான்னு ஐடியா இல்லை, பார்க்கலாம். இந்த இவனை மாதிரி 1 2 3 பேர் இருந்தால் மொத்தத்தில் எப்படியா நடக்கும்? என்ன செல்ல, சரி வேண்டாம் போமா. ഫൈനലി ഹിൽ ടോപ്പ് കാളിമല. നല്ല കിടിലം വ്യൂ ആയിരുന്നു. നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒന്നും റിഗ്രറ്റ് ചെയ്യൂല. അമ്മാതിരി സ്ഥലം. ഇവിടെ ഫോഗും മിസ്റ്റും മഴ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന ഒരു സ്പീക്കറും കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അമ്മാതിരി കാറ്റ്, നല്ല നൈസ് വ്യൂ ആണ്. സോ ഇതാണ് ശരിക്കും പറഞ്ഞ കാളിമല. കാളിമലയിൽ 3 മലകളുണ്ട്. ഒന്ന് കാളിമല, ഒന്ന് കുരിശുമല, ഇനി ഒന്ന് കുനിശുമല. അത് കേരളത്തിൽ നിന്നാണ് വരുന്നത്, കുനിശുമല. അങ്ങനെ നിങ്ങൾ വരുവാണെങ്കിൽ നല്ല ഷൂവോ സ്നീക്കേഴ്സോ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ ഇങ്ങനെ നിങ്ങളുടെ ചെരുപ്പ് പൊട്ടിക്കേണ്ടി വരും. നിങ്ങൾ അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇറങ്ങുന്നത്. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കാളിമല. ഇതൊന്നുമില്ല, എന്റെ ചെരുപ്പ് പൊട്ടിയോണ്ട് ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഷൂലേ ചേർത്ത് എന്റെ ചെരുപ്പിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത്. പക്ഷെ അവരൊക്കെ നല്ല വൈബിലാ. നിങ്ങൾ വന്നാൽ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഇവിടെ മിസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ വ്യൂ എന്റെ മോനെ ഒരു രക്ഷയില്ലെന്നാണ് ഞാൻ പറയുന്നത്.